നമ്മൾ ഒറ്റപ്പാലം വരെ പോവാണ്. എൻ്റെ കസിനൊരു എക്സാം ഉണ്ട്. അത് 3 മണിക്ക് തുടങ്ങിയിട്ട് 6 മണി വരെ അങ്ങനെ ഒരു ടൈമിംഗാണ്. അപ്പോൾ അവൾ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും വെറുതെ കൂട്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ കെഎസ്ആർടിസിയിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ കയറി നമുക്ക് സൈഡ് സീറ്റൊക്കെ കിട്ടിയിട്ടോ. സൈഡ് സീറ്റൊക്കെ കിട്ടി നമ്മൾ കുറച്ച് റൈസൊക്കെ മേടിച്ചു. നമ്മൾ ബസ്സിൻ്റെ ക്യാഷ് ലാഭിച്ചല്ലോ. അപ്പോൾ നമുക്ക് റൈസ് മേടിക്കാൻ വിചാരിച്ചു. കാരണം നമ്മൾ രാവിലെ വെള്ളം മാത്രം കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. ഒരു സാധനം കഴിച്ചിട്ടില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ലേസൊക്കെ മേടിച്ചിരുന്ന് സൈഡ് സീറ്റൊക്കെ കിട്ടി സന്തോഷത്തിൽ അങ്ങനെ ഇരുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താക്കി ലേസ് പൊട്ടിച്ച്. ഫസ്റ്റ് തന്നെ പൊട്ടിച്ച് കഴിക്കാൻ പാടില്ലല്ലോ. ബസ്സൊക്കെ എടുത്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ലേസ് പൊട്ടിച്ച് കഴിച്ചു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. പക്ഷെ നമ്മൾ വിൻഡോ അടക്കില്ല. ബിക്കോസ് നമ്മളൊരു സൈഡ് സീറ്റിൻ്റെ ഫാനാണ്. അങ്ങനെ നമ്മൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ സ്ഥലമെത്തി. ഒരു പട്ടിക്കാടായിരുന്നു. എന്താ പറയുക, ഇവിടെ ഒന്നുമില്ല. ഞങ്ങൾക്ക് ഇരിക്കാൻ പോലും സ്ഥലം. ഞങ്ങൾ ആൽമരത്തിൻ്റെ ചോട്ടിലാണ് കുറേ നേരം ഇരുന്നത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ബോറടിച്ച് പണ്ടാറുണ്ടെങ്കിൽ ഞങ്ങൾ 1 മണിക്ക് എത്തിയ ശേഷം 5 മണി വരെ ഞങ്ങളവിടെ കുത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഒരു പണിയുമില്ല. ഞങ്ങൾ കുറച്ച് സ്നാപ്പ് എടുത്ത് കളിച്ച് അങ്ങനെ ഇരുന്നു. കാരണം ഒരു വഴിയില്ലല്ലോ, വേറെ എവിടെയും പോകാനും പറ്റില്ല. 5 മണി ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കുന്നു. 1 മണി തൊട്ട് 5 മണി വരെ ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കുന്നു. അവൾ 5 മണിക്കാണ് വന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം ബസ് കയറി. നമുക്ക് തിരിച്ചു പോകുമ്പോൾ കെഎസ്ആർടിസി ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ കെഎസ്ആർടിസിക്ക് വെയിറ്റ് ആക്കിയില്ല, കാരണം അത്രയ്ക്ക് മതിയായിക്ക്. പിന്നെ പോണ നേരത്ത് നമ്മളൊരു വലിയ ഫ്ലെക്സ് കണ്ടിരുന്നു. അപ്പോൾ നിങ്ങളുടെ ടീം ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ അർജൻറ്റീനയാണ്, അതത്രേ ഉള്ളൂ. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് വീടെത്തി. അത് വീട്ടിൽ കുറച്ച് നടക്കാനുണ്ട്. വരുമ്പോൾ നമ്മൾ ഹോട്ടലിൽ വന്ന്, അപ്പോൾ എപ്പോഴും ഹോട്ടലിൽ പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് അങ്ങനെ നടന്ന് വീടെത്തി. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കണ്ട. അപ്പോൾ എന്നാൽ നാളെ വരാം. ബൈ.